നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാജൻ സ്കറിയയുടെ രോമം വിറച്ചില്ല. CPMന്റെ തറ ഗുണ്ടകൾക്ക് ഇനി അഴിയെണ്ണ. മറുനാടൻ പേടിയിൽ പ്രതികളെ പോലീസിന് ഇട്ടുകൊടുത്ത് AKG സെന്ററിന്റെ നാടകീയ നീക്കം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വള്ളി പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പാർട്ടി തീരുമാനം. പ്രതികളെ ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ക്രിമിനലുകളെ CPM സംരക്ഷിക്കുന്നുവെന്ന് വാർത്ത വരും. മറുനാടൻ ഷാജൻ എഴുതി തൊലപ്പിക്കുമെന്ന പേടിയിൽ CPMന്റെ നിർണായക ഇടപെടൽ. മാത്യൂസിനെയും കൂട്ടരെയും ഒളിപ്പിച്ചവർ തന്നെ ബംഗളൂരുവിൽ ഇവരുള്ള വിവരവും റൂട്ട് മാപ്പും പോലീസിന് കൈമാറിയത്. പാർട്ടി ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഗുണ്ടായിസം കാണിച്ചവന്മാർ അടപടലം കുടുങ്ങി. വധശ്രമമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഷാജനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഇവന്മാർക്ക് എട്ടിന്റെ പണിയാണ്. ഇതിനു മുൻപ് പല പിറപ്പുകേടും കാണിച്ച മാത്യൂസ് പാർട്ടി ബലത്തിലാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ കൈപൊള്ളി CPM കടുത്ത നടപടികളിലേക്ക്. പോലീസ് പ്രതികളെ പിടിച്ചില്ലെങ്കിൽ പാർട്ടി സംരക്ഷിച്ചെന്ന് ആരോപണം വരും എന്നായിരുന്നു AKG സെന്ററിലെ ഒരു ചർച്ച. എന്നാൽ പ്രതികളെ പോലീസ് പിടിച്ചപ്പോഴും നാറിയത് CPM തന്നെയാണ്. ഷാജനെ പേടിച്ചിട്ടാണ് പ്രതികളെ വിട്ടുകൊടുത്തത് എന്നാണ് ഇപ്പോൾ CPMന് നേരെ പരിഹാസം വരുന്നത്. വലിയ ഹീറോയിസം കാണിക്കാനും സൈബർ കമ്മിക്കൂട്ടത്തിന്റെ കയ്യടി കിട്ടാനും വേണ്ടിയാണ് ഷാജൻ സ്കറിയയെ മാത്യൂസും കൂട്ടരും തല്ലിയത്. എന്നാൽ വിഷയം CPMന്റെ മൂട്ടിലിട്ടാണ് പൊട്ടിയത്. നിന്നെ കൊന്നിട്ടേ പോകൂ. കാറിൽ നിന്നിറങ്ങി മുണ്ടും മടക്കി കുത്തി CPMന്റെ തറ ഗുണ്ടകളുടെ ഷോയായിരുന്നു. മാത്യൂസും സംഘവും വിചാരിച്ചതുപോലെ സൈബറിടം കമ്മികൾ കത്തിച്ചു. ആണൊരുത്തൻ എന്നൊക്കെ മാത്യൂസിന്റെ ഫോട്ടോ വെച്ച് BGM ഇട്ട് കമ്മികൾ വീഡിയോ വൈറലാക്കി. AKG സെന്ററിലേക്ക് വിളിപ്പിച്ച് നേതാക്കൾ പൊന്നാട അണിയിക്കുമെന്ന് കരുതി മാത്യൂസും ഷിയാസ് ആലക്കനും. പക്ഷെ ഒത്തില്ല. ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കളുടെ തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈറലാക്കിയ വീഡിയോ എല്ലാം ഉടൻ തന്നെ ഡിലീറ്റാക്കി സൈബർ കമ്മികളും മാളത്തിൽ ഒളിച്ചു. മാത്യൂസ് കൊല്ലപ്പള്ളിയെയും ഷിയാസ് ആലക്കലിനെയും കൂട്ടരെയും ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് AKG സെന്ററിന്റെ തീരുമാനം. ഷാജനെ തല്ലിയതിൽ ഇടുക്കിയിലെ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് പാർട്ടി അന്വേഷിച്ചിരുന്നു. MM മണി, CV വർഗീസ് എന്നിവരെ വിളിച്ച് MV ഗോവിന്ദൻ അതൃപ്തി അറിയിച്ചുവെന്നും സൂചനകളുണ്ട്. പ്രതികളെ പിടികൂടിക്കൊള്ളൂ എന്ന ഉത്തരവിന് വേണ്ടി AKG സെന്ററിന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. കാരണം പ്രതികളെ പിടിക്കാൻ വൈകുന്നതിൽ തെറി കേട്ടത് പോലീസ് ആയിരുന്നല്ലോ. പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ്. CPMനെ നേരിട്ടടിക്കുന്ന വിഷയമാണ് ഷാജനെ പാർട്ടിക്കാർ തല്ലിയ സംഭവം. മുൻപ് PV അൻവർ മാധ്യമങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ ഇട്ട് കൊലവിളി നടത്തിയതും പിണറായി വിജയന്റെ ഒത്താശയിലായിരുന്നല്ലോ. മറുനാടനെ എങ്ങനെയും നിശബ്ദമാക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അൻവറിന്റെ നീക്കവും. അതായത് അൻവറിനെ ഇറക്കി കളിച്ചത് പിണറായി വിജയനാണെന്ന് അന്നേ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പിണറായിക്ക് ഷാജനെ പേടി, മറുനാടൻ വാർത്തകൾ ഭയം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ആ സംഭവം. എന്നാൽ ഷാജനെ പിണറായി എന്തിന് ഭയക്കണമെന്നും അതിനു മാത്രം ആരാണ് ഈ ഷാജൻ എന്നൊക്കെ CPM നേതാക്കൾ ന്യായീകരിച്ചത്. ഇപ്പോൾ ഷാജനെ തല്ലിച്ചതച്ചത് ആനപ്പകയെന്ന് CPM ഗുണ്ടകൾ പോസ്റ്റ് ഇട്ടതും എയറിൽ കയറിയിരിക്കുന്നത് പിണറായി വിജയനാണ്. ഷാജൻ ഒരു ഇരയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിക്കാർ അയാളെ തല്ലിയത്? എന്തിനാണ് അയാളെ നിരന്തരം വേട്ടയാടുന്നത്? ഇതിന് പിണറായിയുടെ മൗനാനുവാദം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നതും പിണറായിക്ക് നേരെ വലിയ വിമർശനം ശക്തമാകുന്നു. അതായത് ഷാജനെ തല്ലിയതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വീണിരിക്കുന്നു. ഈ രീതിയിൽ വാർത്തകൾ വരുന്നതിലും കലിയിളകി നിൽക്കുന്ന പിണറായി ഒരു തരത്തിലും മാത്യൂസിനെയും കൂട്ടരെയും പിന്തുണയ്ക്കില്ല. മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും നാട്ടിൽ സുരക്ഷയില്ല. ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി തന്നെ ഗുണ്ടായിസം കാണിക്കുന്നുവെന്ന് പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. കേസ് കോടതിയിലെത്തുമ്പോൾ ജഡ്ജിയും സർക്കാരിനെയും പാർട്ടിയെയും എടുത്തിട്ട് കുടയും. വല്ലാത്ത പൊല്ലാപ്പിലാണ് CPMും പിണറായിയും വീണിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ പൊള്ളിച്ച മറ്റൊരു സംഭവം പ്രതികൾ കേരള പോലീസിനെ വെല്ലുവിളിച്ചതാണ്. അതായത് ഒളിവിലിരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികൾ ഇട്ട് പോലീസും ഞങ്ങളെ തൊടില്ലെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. അതായത് പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതിലൂടെ പ്രതികൾ നടത്തിയത്. ആനപ്പകയെന്ന് സ്റ്റോറി ഇട്ടതും കുരുക്കായി. പ്രതികൾ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രതികളെ കണ്ടെത്താൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഈ സമയം തന്നെയാണ് മാത്യൂസിന്റെ ഇൻസ്റ്റഗ്രാമിൽ ആനപ്പകയെന്ന് സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടത്. പ്രതികളെ പിടികൂടാത്ത പോലീസിന് നല്ല നമസ്കാരം, എല്ലാം ഒത്തുകളിയാണ് എന്നൊക്കെ വിമർശനം ശക്തമായി. മികച്ച ആഭ്യന്തരമന്ത്രി എന്ന രീതിയിലും പരിഹാസം വന്നതും മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. അതായത് ആഭ്യന്തര വകുപ്പിനെ അടിമുടി നാണക്കേടിലേക്ക് തള്ളിയിട്ടു പ്രതികളുടെ ഒളിവിലിരുന്നു കൊണ്ടുള്ള നിലപാടുകൾ. തുടർന്നാണ് ഇവരെ തൂക്കാൻ പിണറായി തന്നെ ഉത്തരവിട്ടതും.
പാർട്ടിക്ക് വേണ്ടി ഷാജനെ തല്ലാൻ ചെന്ന് കയറിക്കൊടുത്തു. ഒടുക്കം പാർട്ടി തന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഹീറോയിസം കാണിക്കാൻ പട്ടി ഷോ ഇറക്കിയ മാത്യൂസും സംഘവും അടപടലം തേഞ്ഞൊട്ടി നിൽക്കുകയാണ്. ഷാജനെ തല്ലിയ ഷിയാസും മാത്യൂസും ഉറ്റ ചങ്ങാതികളാണ്. മാത്യൂസിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ആലക്കന്മാരും കൊല്ലപ്പള്ളിയും രണ്ടല്ല, ഒന്നാണ്. എന്തിനും ഏതിനും എപ്പോഴും തറ ഗുണ്ടകളാണ് ഈ കൂട്ടങ്ങളെന്ന്. ഒടുക്കം അകത്തായപ്പോഴും ഒന്നിച്ചു തന്നെയാണ് പോകുന്നത്. തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് വ്യക്തമാക്കി ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. താൻ നൽകുന്ന വാർത്തകൾ നിയമപരിരക്ഷയ്ക്കുള്ളിൽ നിന്നുമാണ്. തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. തൊടുപുഴയിൽ അക്രമികൾ എത്തിയത് തന്നെ കൊല്ലണം എന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു. 5 CPM പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത്. മാത്യൂസ് കൊല്ലപ്പള്ളി, ഷിയാസ് എന്നിവർ അടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു. അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു. അതിനുള്ള ഒരുക്കത്തോടെയാണ് അവർ എത്തിയതും. അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഷാജൻ സ്കറിയ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഷാജന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ രീതിയിലാണ് CPMനും കുരുക്കായിരിക്കുന്നത്. തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നു. ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചനയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്നും ഷാജൻ വ്യക്തമാക്കി. അതായത് ഷാജന്റെ ഓരോ വാക്കും CPMനിട്ട് തന്നെയായിരുന്നു. സഖാക്കൾക്ക് കണ്ടുകൂടാത്ത മാധ്യമ പ്രവർത്തകരിൽ പ്രധാനിയാണ് ഷാജൻ സ്കറിയ. പിണറായിക്കും കുടുംബത്തിനുമെതിരെ വന്ന പല അഴിമതി ആരോപണങ്ങളും ഇഴകീറി പരിശോധിച്ച് അദ്ദേഹം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പിണറായിക്ക് കണ്ടുകൂടാത്ത മറ്റൊരാൾ ക്രൈം നന്ദകുമാറാണ്. നന്ദകുമാറിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി മുഹമ്മദ് റിയാസും സംഘവും പണ്ട് ലാവലിൻ കേസിന്റെ തെളിവുകൾ കത്തിച്ചിരുന്നതൊക്കെ വലിയ വിവാദമായല്ലോ. ഇപ്പോഴും നന്ദകുമാറിനെ വേട്ടയാടുന്നുമുണ്ട് സർക്കാർ. അന്ന് ചെയ്തതുപോലെ ഇപ്പോൾ ഷാജന്റെ ഓഫീസിൽ കയറി അതിക്രമം കാണിക്കാനൊന്നും സഖാക്കൾക്ക് കഴിയില്ല. പക്ഷെ അതിന് വേറെ വഴികൾ പയറ്റാറുണ്ട്. പോലീസിനെ ഇറക്കി ഇടയ്ക്ക് അവിടെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തി ബുദ്ധിമുട്ടിക്കാറുണ്ട്. മാധ്യമ പ്രവർത്തകരെ കണ്ടുകൂടാ പിണറായിക്ക്. ഷാജൻ സ്കറിയ, ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ, ജനൻ TVയിലെ അനിൽ നമ്പ്യാർ തുടങ്ങി CPMകാർക്ക് പിടുത്തമല്ലാത്ത മാധ്യമ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 4 പ്രതികൾ എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയവെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഒരാളെ കൂടി ഇനിയും പിടികൂടാനും. ഷാജനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യ ആസൂത്രകനായ മാത്യൂസ് കൊല്ലപ്പള്ളിയും അകത്തായിട്ടുണ്ട്. പ്രതികളിലേക്ക് പോലീസ് എത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം ട്രാക്ക് ചെയ്താണ്. വധശ്രമത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടുകയാണ് ഉണ്ടായത്. ഇക്കാര്യം പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താണ് കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് വലിയ കുരുക്ക് തന്നെയാണ്. തൊടുപുഴയിലെ പോലീസ് സംഘമാണ് ബംഗളൂരുവിലെത്തി പ്രതികളെ പിടികൂടിയത്. എന്തായാലും 48 മണിക്കൂർ തികയും മുൻപ് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ മാതൃകയായിരിക്കുകയാണ് പോലീസ്. പോലീസല്ല, CPM വിട്ടുകൊടുത്തത് കൊണ്ടാണ് പോലീസിന് കിട്ടിയത്. അങ്ങനെ ഷാജനെ തല്ലാൻ വിട്ടവരെ പോലീസിനെ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് CPM. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.